വയനാട് ചേലക്കര മണ്ഡലങ്ങളിൽ പോളിംഗ് കുറയാൻ കാരണമായത് വഖഫ് ബോർഡിന്റെ അധിനിവേശമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മുനമ്പം വിഷയത്തിൽ യുഡിഎഫ് വഞ്ചിച്ചു. എൽഡിഎഫ് തെറ്റായ സമീപനം സ്വീകരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പുകളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ കുറയാനിടയാക്കി. രണ്ടാനമ്മയുടെ മക്കളാണ് ക്രൈസ്തവർ എന്ന തരത്തിലാണ് ഇരു മുന്നണികളും കാണുന്നത്. ഇപിയുടെ ആത്മകഥയിലെ വിശദാംശങ്ങൾ ഇന്നലെ പുറത്തുവരാൻ കാരണം വി.ഡി. സതീശന്റെ ഇടപെടലാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ശിവദാസ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അതായത് വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് വയനാട് ചേലക്കര ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഇന്നലെയാണ് കഴിഞ്ഞത്. വളരെ കുറവ് പോളിംഗ് ആണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയത്. അതായത് ഇടത് വലത് സർക്കാരുകളുടെ മുൻപ് ഉണ്ടായിരുന്ന വലത് സർക്കാരിന്റെയും ഇപ്പോൾ ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെയും വഖഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇത്തരത്തിൽ ഒരു പോളിംഗ് കുറയാൻ കാരണം എന്നാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. UDF ക്രിസ്ത്യൻ വിഭാഗത്തെ വഞ്ചിക്കുന്നു, LDF അതിന് കൂട്ടുനിൽക്കുന്നു, LDF ഇക്കാര്യത്തിൽ തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നു. അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ അത് കൃത്യമായി തന്നെ പ്രതിഫലിച്ചു. വയനാടിൽ വളരെ വലിയ കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 5 ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് UDFകാർ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്ഥാനത്താക്കുന്ന തരത്തിൽ അവർ കൃത്യമായി തന്നെ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളെ വലിയ രീതിയിൽ തന്നെ വഞ്ചിച്ചു. കാരണം മുനമ്പത്ത് ഇപ്പോൾ സമരം വരാനുള്ള കാരണം അടക്കം അവരുടെ വഞ്ചന കൂടിയാണ്. അതോടൊപ്പം തന്നെ പിണറായി സർക്കാർ ഈ വിഷയത്തിൽ തെറ്റായ സമീപനം സ്വീകരിക്കുന്നു. അത്തരത്തിൽ അവർക്ക് കൃത്യമായി ഇടപെടാൻ കഴിയും. പക്ഷേ അവർ ആ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല. അതുകൊണ്ട് ഒരു രണ്ടാനമ്മയെ കാണുന്നത് പോലെയാണ് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തെ ഈ ഇരു മുന്നണികളും കാണുന്നത്. ഇത് രണ്ടും ചേലക്കരയിലും വയനാട്ടിലും തെരഞ്ഞെടുപ്പിനെ പോളിംഗ് കുറയാനും ഇടയാക്കി എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കം, പാലക്കാട് തെരഞ്ഞെടുപ്പ് അടക്കം അട്ടിമറിക്കാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും അദ്ദേഹം തന്റെ പ്രതികരണം പറഞ്ഞു. കാരണം ഈ വി.ഡി. സതീശൻ ആണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തന്നെ ഈ വിവാദം പുറത്തു വരാൻ കാരണം വി.ഡി. സതീശൻ ഗൂഢാലോചന നടത്തിയെന്ന് EP ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയെന്ന് വി.ഡി. സതീശൻ ഇടപെട്ടാണ് ഇത് ഇന്നലെ ആ വിവാദം പുറത്തു വരാൻ ഇടയാക്കിയത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ക്രൈസ്തവരെ പരിഗണിക്കാതിരിക്കുന്ന ഇടത് വലത് മുന്നണികളുടെ ഈ ഒരു കാര്യം ജനങ്ങൾ കാണുന്നുണ്ട്. അത് പാലക്കാട് തെരഞ്ഞെടുപ്പിലും ബാധിക്കും, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ബാധിക്കും എന്നും അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.